ഹലോ ഗായ്സ്, എല്ലാവർക്കും ആശ്രയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. സാമ്പാർ ഉണ്ടാക്കാൻ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ വെച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിച്ച പച്ചക്കറിയാണ്. അത് പടവലങ്ങയുണ്ട്, പയറുണ്ട്, വെള്ളരിക്കയുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളിക്ക, ചുവന്നുള്ളി, കാച്ചിൽ, എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ചേമ്പുണ്ട്, ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. ഓമയ്ക്കയുടെ കുറച്ച് ഭാഗം എടുക്കുന്നുള്ളൂ. 50 ഗ്രാം തുമര എടുത്തിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങൾ പാചകത്തിലൂടെ പരിചയപ്പെടുത്താം. പിന്നെ നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിലോട്ട് നമുക്ക് തുമര ഇട്ട് കൊടുക്കാം. തുമര നല്ലപോലെ വേവിച്ചെടുക്കാം. തുമരയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സവാള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളിയും കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മൾ ചുവന്നുള്ളി 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ വേവിച്ചെടുക്കാം. ചേർത്ത് കൊടുക്കാം. കഴുകി ഉണക്കി വെച്ച പച്ച ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ പച്ച ഉലുവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ തുമരയൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കാം. പച്ചക്കറികളെല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചക്കറികളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇളം പഴുത്ത തക്കാളിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ 3 തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത്. തക്കാളിക്ക നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളിക്ക നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. തുമര കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. സാമ്പാറിനുള്ള പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം കായം നമ്മൾ എടുത്തിട്ടുണ്ട്. കായം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കുക. അതിലോട്ട് നമ്മൾ തക്കാളിക്ക ചേർത്ത് കൊടുക്കുകയാണ്. സാമ്പാറൊക്കെ പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തക്കാളിക്ക ഇട്ട് കൊടുത്തിരിക്കുകയാണ്. മുളക് പൊടി ഉള്ളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നര സ്പൂൺ മുളക് പൊടി നമ്മളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി നമുക്ക് 2ാമത്തെ സ്പൂണും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 സ്പൂണും ചേർത്തു. അതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി കഷ്ണത്തിലെല്ലാം പിടിക്കുന്ന തൊട്ട് ഇളക്കി കൊടുക്കുക. വെള്ളരിക്കിയിട്ടുണ്ട്. നമ്മൾ പുളി ആഡ് ചെയ്യുന്നില്ല. ഇതൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. മുളക് പൊടിയൊക്കെ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എന്തൊക്കെ വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മുളക് പൊടിയൊക്കെ നമ്മൾ തന്നെ മേടിച്ച് വറുത്ത് പൊടിച്ചെടുത്താണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളക് പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ആവശ്യമായ കടുക് വറുത്തെടുക്കാം. സാമ്പാറിന് ആവശ്യമായ കടുക് വറുത്തെടുക്കാം. എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരട്ടെ. ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകമൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഉള്ളി പൊട്ടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലോട്ട് നമ്മൾ പഴുത്ത മുളക് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് കരിയാപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. മുളകൊക്കെ നല്ലപോലെ മൂത്തൊക്കെ വരുന്നുണ്ട്. സാമ്പാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ സാമ്പാറൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത ഡിഷ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കടുമാങ്ങാച്ചാറാണ്. നമ്മൾ അടുത്ത റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കടുമാങ്ങാച്ചാറാണ്. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നമുക്ക് നല്ലപോലെ കുത്തി അരിഞ്ഞെടുക്കാം. ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ് നമ്മളിവിടെ.
അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 5 അല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പാചകത്തിലോട്ട് കിടക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തെല്ലാം മിക്സാക്കി എടുക്കുക. അരിഞ്ഞുള്ള കടുക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇളക്കുക. പാചകത്തിലോട്ട് കിടക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. കടുക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കായം നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കുക. 1/4 സ്പൂൺ ഉലുവാപ്പൊടി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർത്ത് കൊടുക്കുക. മാങ്ങയെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുകയാണ്. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. മൊത്തം 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് മാങ്ങാച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയി വരാം.